കൂട്ടുകാരെ, ഗണപതി എങ്ങനെയാണ് ഒറ്റക്കൊമ്പനായത്? ഒരിക്കൽ ശിവനും പാർവതിയും കൈലാസത്തിൽ ഗണപതിയെ കാവൽ നിർത്തി വിശ്രമിക്കുവാനായി പോയി. ആ സമയത്ത് ശിവന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ പരശുരാമൻ അവിടെ എത്തുകയും തനിക്ക് തൻ്റെ ഗുരുവിനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അച്ഛൻ വിശ്രമിക്കുകയാണെന്നും അല്പസമയം കാത്തിരുന്നാൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും ഗണപതി അറിയിച്ചു. അത് പരശുരാമന് തീരെ ഇഷ്ടമായില്ല. തന്നെ ഗണപതി അപമാനിച്ചതായാണ് പരശുരാമന് തോന്നിയത്. ഗുരുവിനെ കാണുവാൻ ഒരു ശിഷ്യന് കാലവും സമയവും ഒന്നും നോക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് പരശുരാമൻ ഉള്ളിലേക്ക് കടക്കുവാനൊരുങ്ങി. എന്നാൽ ഗണപതി പരശുരാമനെ തടയുകയും രണ്ടുപേരും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. ഒടുവിൽ ഗണപതി തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പരശുരാമൻ്റെ 2 കാലുകൾ പിടിച്ച് തൻ്റെ തലയ്ക്ക് മുകളിൽ വട്ടം ചുഴറ്റി നിലത്ത് നിർത്തി. അതോടെ പരശുരാമന് വല്ലാതെ ദേഷ്യം വന്നു. ഉടനെ തന്നെ പരശുരാമൻ തൻ്റെ ആയുധമായ പരശു മഴു എടുത്ത് ഗണപതിയുടെ ഇടത്തേ കൊമ്പ് വെട്ടി താഴെ വീഴ്ത്തി. ആ മഴു പരശുരാമന് സമ്മാനിച്ചത് സാക്ഷാൽ പരമശിവൻ തന്നെയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ നൽകിയ മഴു കൊണ്ട് മകൻ്റെ കൊമ്പ് മുറിക്കുകയാണ് പരശുരാമൻ ചെയ്തത്. കൊമ്പ് മുറിഞ്ഞു വീണ ശബ്ദവും അത് കണ്ട് ഭൂതഗണങ്ങൾ പേടിച്ച ശബ്ദവുമെല്ലാം കേട്ട് ശിവനും പാർവതിയും പുറത്തു വന്നു. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന മകനെ കണ്ട പാർവതി വല്ലാതെ വിഷമത്തോടുകൂടി മകനെ മടിയിലെടുത്തു വയ്ക്കുകയും ശിവനോട് വിദ്യ ആർക്ക് നൽകുമ്പോഴും അത് സ്വീകരിക്കാൻ അയാൾ യോഗ്യനാണോ എന്ന് കരുതി മാത്രമേ നൽകുവാൻ പാടുകയുള്ളൂ എന്ന് ശിവനോട് വളരെ ദേഷ്യത്തിൽ പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണൻ രാധാസമേതനായി അവിടെ വരികയും അവർ പാർവതീദേവിയെയും ശിവനെയും ആശ്വസിപ്പിക്കുകയും ഗണപതിയുടെ മുറിവിൽ ദേവി തലോടുകയും അതോടുകൂടി ഗണപതിയുടെ മുറിവ് ഉണങ്ങുകയും ചെയ്തു. അങ്ങനെ പാർവതീദേവിയുടെ ദേഷ്യമടക്കി വീണ്ടും അവിടെ സന്തോഷത്തോടുകൂടി അവർ കഴിയുവാൻ ആരംഭിച്ചു.